ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താണ്? 8 പേരുണ്ട്. 8 പേര് ഒരു സ്ക്വയർ ടേബിളിന് ചുറ്റുമാണ് ഇരിക്കുന്നത്. അതിൽ 4 പേര് കോർണറിലും 4 പേര് സൈഡിലും. ഈ കോർണറിൽ ഇരിക്കുന്നവരെല്ലാവരും എങ്ങോട്ടാ ഫേസ് ചെയ്യുന്നത്? സെന്ററിലോട്ടും. സൈഡിൽ ഇരിക്കുന്നവരെല്ലാം ഔട്ട് സൈഡ് ആയിട്ടും ഫേസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് നോക്കാം. P who faces the center sits third to the right of V. P എങ്ങോട്ടാണ്? സെന്ററിലോട്ടാണ്. അപ്പൊ ഞാൻ P ന് എന്ത് ചെയ്തു? ഒരു കോർണറിൽ കൊടുത്തു. ഇനി P എങ്ങോട്ടാണ്? സിറ്റ്സ് തേർഡ് ടു റൈറ്റ് ഓഫ് വി. വിന്റെ തേർഡ് റൈറ്റ് ആര് വരണം? പി വരണം. അപ്പൊ എനിക്ക് വി ഇവിടെ കൊടുത്താൽ പി ഇവിടെ വരും. പക്ഷെ വിയുടെ തേർഡ് ലെഫ്റ്റ് ആണല്ലോ, അപ്പൊ ഇവിടെ പറ്റില്ല. പിന്നെ എവിടെ വരും? 1 2 3. വി എന്ത് ചെയ്യും? ഇവിടെ കൊടുത്തു. അപ്പൊ വിന്റെ തേർഡ് റൈറ്റ് ആര് വന്നു? പി വന്നു. അടുത്തത് നോക്കാം. T who faces the center is not an immediate neighbor of V. T എന്താണ്? സെന്ററിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്, പക്ഷെ എന്തല്ല? വിയുടെ നെയ്ബർ അല്ല. അപ്പൊ ഇവിടെയും ടി വരില്ല, ഇവിടെയും ടി വരില്ല. അങ്ങനെയാണെങ്കിൽ ടി എന്ത് വരും? ഇവിടെ വരും. അടുത്തത്, only one person sit between V and W. വിന്റെയും ഡബ്ല്യുവിന്റെ ഇടയിൽ ഒരാളുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ വരാം. ഒന്നുകിൽ ഡബ്ല്യു ഇവിടെ വരാം, അല്ലെങ്കിൽ ഡബ്ല്യു ഇവിടെ വരാം. അപ്പൊ തൽക്കാലം ഞാൻ ആ പോയിന്റ് ഒന്നും മാറ്റി വെച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റ് നോക്കിയിട്ട് വീണ്ടും ചെയ്യാം. S sits second to the right of Q. Q faces the center. Q സെന്ററിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ക്യൂവിന്റെ സെക്കൻഡ് റൈറ്റ് ആരുണ്ട്? എസ് ഉണ്ട്. അപ്പൊ രണ്ട് സ്ഥലത്ത് ക്യൂവിനെ കൊടുക്കാം. ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്താൽ ക്യൂവിന്റെ സെക്കൻഡ് റൈറ്റ് എനിക്ക് എസിനെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്യൂവിനെ ഞാൻ ഇവിടെ കൊടുത്തു. ഇനി ക്യൂവിന്റെ സെക്കൻഡ് റൈറ്റ് ആരെ കൊടുത്തു? എസിനെ കൊടുത്തു. അടുത്തത്, R is not an immediate neighbor of P. R എന്താവരുത്? P യുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആവരുത്. അപ്പൊ എനിക്ക് ഇവിടെ ആറിന് കൊടുക്കാൻ പറ്റില്ല, ഇവിടെ ആറിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? ആറിന് ഇവിടെ കൊടുക്കാം. ബാലൻസ് വരുന്ന ഒരാളുണ്ടല്ലോ, ഈ പോയിന്റ് ഉണ്ടല്ലോ, വിന് ഡബ്ല്യുവിന്റെ ഒരാള്, ഡബ്ല്യു എനിക്ക് ഇവിടെ കൊടുക്കാം. ബാലൻസ് വരുന്ന വൈന് ഇവിടെ കൊടുക്കാം. പസിൽ കംപ്ലീറ്റ് ആയി. നമുക്ക് പസിൽ റിലേറ്റ് ആയില്ലേ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, who sits second to the left of Q? ക്യൂവിന്റെ സെക്കൻഡ് ലെഫ്റ്റ് ആരാണ്? Q ഇവിടെ ഉണ്ട്. ക്യൂവിന്റെ സെക്കൻഡ് ലെഫ്റ്റ് ആരാണ്? 1 2. ആരാണ്? P ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് T വിത്ത് റെസ്പെക്ട് ടു V? V വെച്ച് നോക്കുമ്പോൾ ടീന്റെ പൊസിഷൻ എന്താണ്? V ഇവിടെ ഉണ്ട്, T ഇവിടെ ഉണ്ട്. 1 2 3. എന്താണ്? വിയുടെ തേർഡ് ലെഫ്റ്റ് ആണ് എന്ത്? T വരുന്നത്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, 4 of the following 5 are alike in a certain way and so form a group which if the one that does not belong that group. So തന്ന ഓപ്ഷനിൽ 5 എണ്ണത്തിൽ ഏതോ ഒന്ന് ഓഡ് വൺ ആണ്. അത് ഏതാണെന്ന് നോക്കാം. നോക്കൂ, R തന്നിട്ടുണ്ട്, S തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്, Y തന്നിട്ടുണ്ട്, W തന്നിട്ടുണ്ട്. എന്താണ് ആൻസർ എന്നൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യും.